സന്തോഷത്തിൻ്റെ കാര്യത്തിൽ പഴയ ജനറേഷനെക്കാട്ടിൽ നമ്മൾ ഒത്തിരി പുറകിലാണ്. ഒരുപാട് ടെൻഷൻ പിടിച്ച ഒരു ജീവിതത്തിലാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ ടെൻഷൻ്റെ കാരണം നമ്മൾ സുഖസൗകര്യങ്ങളുടെ കാര്യത്തിൽ അവരെക്കാട്ടിൽ ഒരുപാട് മുമ്പിലാണ്. പഴയ ഒരു അക്ബറോ ബാബറോ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്ന് അവരൊരു 100 കുതിരയൊക്കെ പൂട്ടിയ രഥങ്ങളിൽ സഞ്ചരിച്ചെങ്കിൽ നമ്മളിപ്പോൾ 1200 cc കാറിലും 1500 cc കാറിലും 2000 cc കാറിലും ഇതെല്ലാം 1500 എന്ന് പറഞ്ഞാൽ 1500 കുതിരകളാണെന്ന് നമുക്ക് കണക്കാക്കാം. അത്തരം വാഹനങ്ങൾ നമ്മൾ സഞ്ചരിക്കുന്നെങ്കിലും അന്ന് അക്ബറോ ബാബറോ സ്വപ്നം കണ്ടതിനെക്കാട്ടിൽ സന്തോഷത്തിലും സമൃദ്ധിയിലുമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ സന്തോഷം, സൈക്കോളജിക്കലായിട്ടുള്ള സന്തോഷം നമുക്ക് കുറയുന്നു. അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണ്ണുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോയതാണ്. പഴയ ജനറേഷൻ്റെ കൃഷിപരന്മാരായിരുന്നു, നമ്മൾ കൃഷിക്കാരായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം പലപ്പോഴും മണ്ണുമായിട്ടുള്ള ബന്ധം വിട്ടു. പലപ്പോഴും കുറച്ച് സമയമെങ്കിലും മണ്ണ് ചേറ് കൈപ്പറ്റുന്ന ജോലികളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സന്തോഷം കിട്ടുമെന്നുള്ള സ്റ്റഡീസ് വെളിവാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ അടുക്കളത്തോട്ടമായാലും ചെറിയ പൂന്തോട്ടമായാലും നനയ്ക്കാനും പരിപാലിക്കാനുമായിട്ട് നമ്മൾ ഇച്ചിരി സമയം കണ്ടത്. അപ്പോൾ സൺലൈറ്റിൻ്റെ എക്സ്പോഷറും കിട്ടും. സൺലൈറ്റ് എക്സ്പോഷർ കുറയുന്നത് നമ്മളെ പലപ്പോഴും മന്ദതയിൽ നയിക്കാറുണ്ട്. സൈക്കോളജിക്കലായിട്ട് നമ്മൾ ഡിം ആക്കാറുണ്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സാധനം കാനഡ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം അങ്ങോട്ട് സപ്ലിമെൻ്റായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇനഫ് സൺലൈറ്റ് ഉണ്ട്. സൺലൈറ്റ് കൊള്ളാൻ കഴിയുന്നൊരു തീർച്ചയായിട്ടും സൺലൈറ്റ് കൊള്ളണം. അത് തീർച്ചയായിട്ടും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ആ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ കുറയുന്നത്. അതുപോലെ ടെക്നോളജിക്കലായിട്ട് നമ്മൾ ഒരുപാട് അഡ്വാൻസ് ചെയ്തപ്പോൾ നമ്മൾ കുറേ സമയം മൊബൈലിന് മുമ്പിലും ടെക്നോളജിക്കലായിട്ടുള്ള ഉപകരണത്തിന് മുമ്പിലും ഇരിക്കുന്നു. ടെക്നോളജിക്കൽ ഫാസ്റ്റിങ് പലപ്പോഴും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഇപ്പോൾ പലപ്പോഴും ഫോണിൻ്റെ ഉപയോഗമൊക്കെ ശക്തമായിട്ട് കുറച്ചിട്ടുണ്ട്. ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ലണ്ടൻ റെയിൽവേയിലൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്താൽ അറിയാം, അവിടെ ഒന്നും ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാണുന്നില്ല. നമ്മുടെ ജനറേഷനൊക്കെ ഇന്ത്യയിൽ ഇപ്പോഴും മൊബൈൽ ഫോണൊക്കെ വരുന്നതുകൊണ്ട് ആളോഹരി എല്ലാവർക്കും മൊബൈലുണ്ട്. മൊബൈലിൻ്റെ മുമ്പിൽ ഫുൾ ടൈം ഇരിക്കുകയാണ്. ആ 1 മണിക്കൂറൊക്കെ ആയിട്ട് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ സന്തോഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുന്നതാണ്. അത് ടെക്നോളജിക്കൽ ഫാസ്റ്റിങ്ങിലേക്ക് നമ്മൾ പോകണം. അതുപോലെ ഫുഡ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ ഫുഡ് ഫാസ്റ്റിംഗ് എടുക്കണം. അത് വെജിറ്റബിൾ ഫാസ്റ്റിംഗ് ആക്കാം, ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ആക്കാം, അങ്ങനെയൊക്കെ എടുക്കാം. അതുപോലെ ആവശ്യത്തിന് വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. ഒരു ദിവസം 10-12 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ ശരീരം 70% വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളതാണ്. വെള്ളം കുടിക്കാതെ ആകുമ്പോഴത്തേക്കും ശരീരം ഒരു അയയിലിട്ട തുണി പോലെ ഉണങ്ങി ഡയബറ്റീസ്, കൊളസ്ട്രോൾ, പ്രഷർ ഇതിനെല്ലാം ഇട നൽകുന്നുണ്ട്. വെള്ളം നമ്മൾ തിരക്കായ ജീവിതത്തിൽ പോകുമ്പോൾ വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നു. അതുകൊണ്ടാണ് വാട്ടർ ബില്ലുകളൊക്കെ സ്കൂളിൽ വെക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. വാട്ടർ കണ്ടൻറ്റ് നമ്മൾ കൂടുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെയുള്ള ഇൻസിഡിയൊക്കെ വരാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ അതൊരു ഡോക്ടർ കൺസൾട്ടേഷനോട് ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല. ഡോക്ടർ കൺസൾട്ടേഷനോട് കൂടി വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ റിലേഷൻഷിപ്പുകളിലുള്ള ബന്ധം, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നും വേണമെന്നില്ല. പക്ഷേ ഉള്ള ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സുകളായിരിക്കും. ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് വന്നു കഴിഞ്ഞാലും അത് ടെൻഷനിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പുകൾ പഴയ ആൾക്കാർ പരിപാലിച്ചിരുന്നത് വളരെ ശക്തമായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് കത്തുകൾ അയച്ചും അങ്ങനെയുള്ളൊരു ബന്ധം വരുന്നുണ്ട്. റിലേഷൻഷിപ്പുകളാണ് ഹാർവാർഡ് സർവകലാശാല പറഞ്ഞ ഒരു മനുഷ്യനെ ഏറ്റവും നല്ല സന്തോഷവാനായിട്ട് നിലനിർത്തുന്നത് റിലേഷൻഷിപ്പുകളാണ്. അത് ആ റിലേഷൻഷിപ്പുകൾ വിസിറ്റ് യുവർ കൗണ്ടർ പാർട്സ് റെഗുലർലി എന്ന് പറയാറുണ്ട്. നമ്മുടെ കൗണ്ടർ പാർട്സിനെ നമ്മൾ റെഗുലർലി കാണുമ്പോഴാണ് സന്തോഷത്തിൻ്റെ ഹോർമോണുകളൊക്കെ നമുക്കുണ്ട്, ഡോപ്പമിൻ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. അതുപോലെ പേരൻറ്റിങ്ങിലും ഒക്കെ നമുക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കാനുണ്ട്. അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്